ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ വളരെ വേഗം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഹേമ മാഡം, ഞാൻ കേട്ടത് സത്യമാണോ? ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ താങ്കൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നാണ് കേട്ടത്. സത്യമാണോ? പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം വന്നല്ലേ പറ്റൂ. ആ ദേഷ്യം വരുന്നത് എന്തായാലും നല്ല കാര്യമല്ലേ. പക്ഷേ താങ്കളുടെ ഈ ഇന്നസെന്റ് ആയിട്ടുള്ള മുഖം കണ്ടാൽ ആർക്കും തോന്നില്ല താങ്കൾക്ക് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് നോക്ക, അപ്പൊ അറിയാം. You must know from my servants what they are going through. സെർവൻസ് മാത്രമേ ഉള്ളൂ? എന്തെന്നാ, എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയും. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഒക്കെ ധർമ്മേന്ദ്ര സാറിനോടോ? ഇത് കുടുംബത്തിന് മുഴുവൻ ബാധക, കുട്ടികൾക്ക് എല്ലാവർക്കും. കുട്ടികൾ മര്യാദയ്ക്ക് ഡയറ്റ് എടുത്തില്ലെങ്കിൽ അവർക്കും താങ്കളുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കാറുണ്ടോ? കുട്ടികളുടെ അടുത്ത് കുറച്ച് സ്നേഹത്തോടെ പറയണ്ടേ, അത്ര സ്ട്രിക്റ്റ് ഒന്നും വേണ്ട, കുട്ടികളല്ലേ. പക്ഷെ കുട്ടിക്കാലത്ത് താങ്കളും നിറയെ വഴക്ക് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ. അതെ, എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഈ നിലയിൽ നിൽക്കുന്നതിന് കാരണമേ എന്റെ അമ്മയാണ്. ഞാൻ അതിന് ഒരുപാട് നന്ദി പറയണം. താങ്കൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ താങ്കളുടെ കാലിൽ ചെലങ്ക അണിയിച്ചോ? എന്റെ അമ്മയെ ഞാൻ ഒരു നല്ല ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനു വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയിൽ അവരെന്നെ കൊണ്ടുപോയി. പക്ഷേ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസറായി മാറാനൊന്നും കഴിയില്ല. കുട്ടികളുടെ മനസ്സിൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ. സോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഒരുപാട് നാൾ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ഡാൻസിൽ വീണ്ടും ഇൻട്രസ്റ്റ് വന്നേ. ഇത് സത്യമാണോ എന്ന് പറയുക. താങ്കൾക്ക് കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഡയറക്ടർ ശ്രീധറിന്റെ മൂവിയിൽ അദ്ദേഹം താങ്കളെ റിജക്ട് ചെയ്തെന്ന് കേട്ടു. അദ്ദേഹം താങ്കളുടെ മുഖം കണ്ടിട്ട് ഇത് സ്റ്റാർ ആകാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹം മുഖത്തിനെ പറ്റി പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. അവർക്ക് കുറച്ചു വണ്ണമുള്ള ഹീറോയിനെ ആവശ്യം. സോ ഐ വാസ് നോട്ട്. പിന്നെ എനിക്ക് വെറും 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ പ്രായത്തിൽ ഇത്രയും ഗുണ്ടായിട്ടുള്ള ഒരാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നതാണ്? ഇല്ല, ദേഷ്യമൊന്നും വന്നില്ല. ഒരു കാര്യത്തില് നമുക്കൊരു തോൽവി കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വിജയത്തിന്റെ ഫസ്റ്റ് പടിയായിട്ട് കാണാൻ ശ്രമിക്കണം. സോ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, ഞാൻ എല്ലാരോടും ഇത് തന്നെയാ പറയാറ്, ഫെയില്യൂർ കണ്ടിട്ട് പേടിക്കരുത്. എന്തെന്നാ, നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ജോലി നമ്മളെ അത്രയും വിശ്വാസത്തോടെ ചെയ്യാൻ കഴിയും. താങ്കൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ ഫെയിൽ ആക്കിയവരുടെ മുന്നിൽ തന്നെ താങ്കൾ സക്സസ്ഫുൾ ആക്കി കാണിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ വെറും ഡാൻസർ മാത്രമായിരുന്നു. ഞാൻ സിനിമകളിലൊക്കെ അഭിനയിക്കണമെന്ന് എന്റെ അമ്മയെ ഒരുപാട് ആഗ്രഹിച്ചത്. അപ്പോഴൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഈ പറഞ്ഞൊക്കെ തരുന്ന കോളേജസ്, ഈ ആക്ടിംഗ് ക്ലാസ് അങ്ങനെയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ തന്നെ പഠിച്ച് ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്റെ 100% ഇട്ടാണ് ചെയ്തത്. ബിക്കോസ് പിന്നെ ആ ഡയറക്ടർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തെ പ്രൂവ് ചെയ്ത് കാണിച്ചു. താങ്കൾ അത് തെളിയിച്ച് കാണിച്ചു, അത് സത്യമാണ്. പക്ഷേ ഇക്കാര്യം താങ്കൾ പറയൂ, താങ്കൾ എപ്പോഴും സെറ്റിലേക്ക് പോകുന്ന സമയത്ത് താങ്കളുടെ അമ്മ എപ്പോഴും കൂടെ കാണും, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് സത്യമാണോ? അമ്മ കൂടെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാ എന്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അമ്മ കൂടെ ഉള്ളത് വളരെ ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. ഞാൻ വളരെ ചെറുപ്പവും ഇന്നസെന്റും ആയിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ പ്രായത്തില്. സോ അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലവണ്ണം ഒരു വഴികാട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു എന്റെ അമ്മയോട്. പക്ഷെ ചില സമയത്തൊക്കെ കുറച്ചു കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ. അതുകൊണ്ട് താങ്കളും ചില സമയങ്ങളിൽ അതൊന്നും ഞാൻ എന്റെ മക്കളോട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ഡയറക്ടർ താങ്കളോട് ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഹീറോയുടെ കയ്യിൽ മുറുക്കെ പിടിക്കണമെന്ന് പറഞ്ഞാലോ നിങ്ങളുടെ അമ്മയുടെ കണ്ണുകളിൽ ദേഷ്യം കാണാൻ സാധിക്കൂ? അമ്മ ദേഷ്യപ്പെടുന്നില്ലായിരുന്നു. നോക്ക്, ഇപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയുടെ ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിൽക്കുവാണെങ്കിൽ, അതായത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുവാണെങ്കിൽ ആർട്ടിസ്റ്റ് എന്തായാലും ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവും. അതിപ്പോ അമ്മ ആയാലും ചേട്ടനായാലും അതിപ്പോ കുടുംബത്തിലെ ആര് തന്നെ ആയാലും. ഒരാണിന്റെ കൂടെ ഒരു റൊമാൻസ് സീൻ അഭിനയിക്കുക, അതും നമ്മുടെ കുടുംബത്തിന്റെ മുന്നിൽ ഭയങ്കര പാടുള്ള കാര്യമാണത്. മാഡം, ഇഷ അങ്ങനെ ഒരു റോൾ ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം താങ്കളുണ്ടെങ്കിൽ താങ്കൾക്കും അതുപോലുള്ള ഫീൽ ആയിരിക്കില്ലേ ഉണ്ടാകുക? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പോവാറില്ല. അതെനിക്കും അറിയാലോ. അതായത് ഞാൻ എന്തൊക്കെയാ അനുഭവിച്ചു വന്നത്, അത് വെച്ചിട്ട് എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഒരമ്മ എന്ന നിലയിൽ.
ഞാൻ ഈ കാര്യം അറിഞ്ഞു. ഒരിക്കൽ താങ്കളുടെ അമ്മയോടൊപ്പം താങ്കൾ വഴക്കുണ്ടാക്കിയിട്ട് ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയതായിട്ടാണ് കേട്ടത്. അത് സത്യമായിരുന്നു? ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാ ഞാൻ എന്തു പറയാനാ, ഷി വാസ് എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് മീ. അതുകൊണ്ട് എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയാണോ ആവശ്യം അതിനേക്കാൾ ഒരുപാട് അധികം. അമ്മയ്ക്കും ദേഷ്യം വന്ന് കാണില്ലേ താങ്കൾക്ക് വരുന്നത് പോലെ? ദേഷ്യമൊന്നും വന്നില്ല. ദേഷ്യമല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, അവിടെ ഡയറക്ടേഴ്സ് പറയുന്നതും കേൾക്കണം. എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യണമായിരുന്നു, എൻ്റെ അമ്മയെയും ഡയറക്ടറിനെയും. സോ അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ കുറച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോ താങ്കളുടെ പെൺകുട്ടികളെ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? 2 കുട്ടികളെയും വളരെ നന്നായിട്ട് ചെയ്യുന്നേ. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക്, ഒരു ലിമിറ്റ് വരെ. പിന്നെ അവർക്ക് എന്നെ അറിയാം ആ ലിമിറ്റ് ഏതുവരെ പോകാന്ന്. അവർക്ക് എന്താ തോന്നുക അതവർക്ക് ചെയ്യാം. പക്ഷെ അതേസമയം അവരെന്താ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞിരിക്കണം. ഈ ഇൻഡസ്ട്രിയിൽ താങ്കൾക്കുള്ളത്ര ഇമേജ് വേറെ ആർക്കും ഇല്ലെന്ന് പറയാം. ഏകദേശം 40 വർഷങ്ങളായിട്ട് താങ്കൾ 130 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആരും താങ്കളെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആരും വന്ന് ഹേമാമാലിനി എക്സ്പോസ് ചെയ്തെന്നൊരു കുറ്റവും പറയില്ല. അതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തു എന്നും ആരും പറയില്ല. അതുപോലെ ഇപ്പോഴുള്ള ജനറേഷനും ഇരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഓരോ സമയത്തിന്റെ കാര്യമല്ലേ. ഇപ്പോ അന്നത്തെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ പിള്ളേർക്കൊക്കെ ചിലപ്പോ ഇഷ്ടപ്പെടാതെ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ട്രഡീഷനും വാല്യൂസ് എല്ലാം വേണം. പക്ഷേ നമ്മൾ ഈ മോഡേൺ വേൾഡിൽ ജീവിക്കാനും പഠിച്ചിരിക്കണം. പക്ഷേ അതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശരീരമൊക്കെ കാണിച്ച് നടക്കണമെന്നല്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഹീറോയിൻസ് എല്ലാം അവരെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധരിക്കുന്ന ഡ്രസ്സൊക്കെ അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അതൊരു വൾഗറായിട്ട് തോന്നരുത്, അവർക്കത് ചേരുന്നുണ്ടെങ്കിൽ അത് ഇടാം. പലരും എന്നോട് പറഞ്ഞു, ഹേമാമാലിനി മാഡം ഷോയ്ക്ക് വരികയാണെങ്കിൽ ഈ ചോദ്യം തീർച്ചയായും ചോദിക്കണമെന്ന്. താങ്കളുടെ മകൾ ധൂം സിനിമയിൽ സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ താങ്കളുടെ ഫീൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഫിലിം എടുക്കുന്ന സമയത്ത് എന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സീൻ ആ സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നിയത് ഇഷ അതിൽ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു, ആ ധരിച്ച ഡ്രസ്സിൽ കാണാൻ. പിന്നെ ഞാനും ഓക്കെ പറഞ്ഞു. പിന്നെ മൂവിയിൽ അത് കുറച്ച് സെക്കൻഡ്സ് മാത്രമായിരുന്നു, അത് പിന്നെ അവൾക്ക് ചെയ്യണമൊന്നും ഇല്ലായിരുന്നു. താങ്കൾ അവരെയും അങ്ങനെ തന്നെയാണോ വളർത്തിയത്? താങ്കൾ ഫോളോ ചെയ്തൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഏറെക്കുറെയൊക്കെ. പക്ഷെ എൻ്റെ അമ്മയെ പോലെയല്ല. കുറച്ചൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് വേണ്ട ഫ്രീഡം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ബാലൻസ് ചെയ്തു. എൻ്റെ അമ്മ തരാത്തതെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് നല്ലവണ്ണം കൊടുക്കാൻ ശ്രമിച്ചായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, ഇഷ നന്നായിട്ട് ആഹാരം കഴിച്ച് കുറച്ച് വെയിറ്റ് കൂട്ടിയതുകൊണ്ട് താങ്കൾ അവരെ വഴക്ക് പറഞ്ഞു. ഇല്ല, അവള് സ്വന്തമായിട്ട് തന്നെയാണ് വണ്ണമൊക്കെ കുറച്ചത്, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മമാരെപ്പോഴും അവരുടെ മക്കളെ നന്നായിട്ട് വണ്ണം വെച്ച് കൊഴുത്ത് തടിച്ചിരിക്കണമെന്നല്ലേ, ബബ്ലിയായിട്ടിരിക്കണമെന്നല്ലേ വിചാരിക്കൂ. പിന്നെ ഇഷ ചെറുതായിരുന്ന സമയത്ത് അവൾ വളരെ വളരെ സുന്ദരി കുട്ടിയായിരുന്നു. പിന്നെ ഭയങ്കര ബബ്ലിയായിരുന്നു, വളരെ സ്വീറ്റ് ആയിരുന്നു. പക്ഷേ അതൊക്കെ ആ സമയത്ത് അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷേ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്കറിയാം അവർക്ക് എങ്ങനെ ഇരിക്കണമെന്ന്. ഇഷ അവള് സ്വന്തമായിട്ട് തന്നെയാണ് അവൾ എങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ ആക്കിയെടുത്തത് ഫിഗറല്ല. ഞാൻ അവളുടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വന്നു. അതായത് ഇവിടെ കുറച്ച് വണ്ണം വെച്ചോ, ഇവിടെ കുറച്ചായി, അപ്പോൾ അതൊക്കെ എങ്ങനെയാ കുറയ്ക്കേണ്ടത്, അപ്പോൾ അവൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുക, അപ്പോൾ കാണാൻ നന്നായിരിക്കും എന്നൊക്കെ പറയും. പൂനെയിൽ നിന്ന് വരുന്നൊരു ന്യൂസ് പേപ്പർ ഞാൻ വായിച്ചു, അതിന്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ദസ് എന്നുള്ള സിനിമയുടെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് പൂനെയിൽ ഒരു മൾട്ടിപ്ലക്സ് വെച്ച് നടക്കുന്ന ഷോയുടെ സമയത്ത് ഒരു പയ്യൻ ഇഷയുടെ കയ്യിൽ കയറി പിടിച്ചു. ഇഷ ആ പയ്യനെ അടിച്ചു. ആ സമയത്ത് അവൻ എല്ലാം മറന്ന് ഓടിപ്പോയിരുന്നു. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയാക്കി വിട്ടുകൊടുക്കണമെന്നാണോ? അപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റ് അല്ലേ? അതുകൊണ്ട് അവളുടെ ധൈര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണ്ടേ, അതും ഒരു പെണ്ണായതിനു ശേഷം. അപ്പൊ പിന്നെ ആരും ധൈര്യത്തോടെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. താങ്കൾ എന്തെങ്കിലും ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? നോക്ക്, ഈഷ ചെയ്തപ്പോ ഇതിന് പബ്ലിസിറ്റി കിട്ടി എന്തെന്ന് വെച്ചാൽ ഇപ്പോ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ടാണ്. അതുമില്ല, എല്ലാം ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് പുറത്തു വരില്ലേ. ആ സമയത്ത് ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഞാനും ഒരുപാട് പേർക്ക് അടി കൊടുത്തിട്ടുണ്ട്.
ആ സമയത്ത് ഞാൻ ഗോൾഡിന്റെ ഒരുപാട് വളകൾ ഇടുമായിരുന്നു. അത് വെച്ചൊരു കുത്തിയാ എല്ലാം ശരിയാവുമായിരുന്നു. പബ്ലിക്കിൽ ശല്യപ്പെടുത്തുന്നവരെ മാത്രമേ അങ്ങനെ അടിക്കാറുള്ളൂ, അതോ ഹീറോയും അങ്ങനെ ചെയ്യാറുണ്ടോ? അതൊക്കെ ഞാൻ സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞത് പല ഹീറോസും താങ്കൾക്ക് പല സമയങ്ങളിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിൽ സഞ്ജീവ് കുമാറിന്റെ പേരും ചില സമയങ്ങളിൽ ജിതേന്ദ്രയുടെ പേരും. ഇതൊക്കെ വളരെ പഴയ കാര്യങ്ങളാ. താങ്കള് ഇതൊക്കെ കളഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഏത് ഹീറോയുടെ പേരാണ് പറയേണ്ടത്? പക്ഷേ താങ്കൾക്ക് എന്നെ നന്നായിട്ട് അറിയാം, എന്നെക്കാളും അത് ആരാണെന്ന്. നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിക്കാം. വ്യൂവേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അതാ തേർഡ് റോയിൽ. ഹേമ മാഡം, നിങ്ങളുടെ 40 വർഷത്തെ ഫിലിം കരിയറിൽ രാജ് കപൂർ മുതൽ അമിതാഭ് ബച്ചൻ വരെ എല്ലാ ആക്ടേഴ്സ്, അതായത് എല്ലാ ലെജൻഡ് ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. Yes, sir. നിങ്ങളുടെ കരിയറിൽ ഏറ്റവും മികച്ച ഒരു ആക്ടർ, അതായത് പ്രൊഫഷണലി കരിയർ വൈസ്, ആരാണ് നിങ്ങളെ കൂടുതൽ ഇംപ്രസ് ചെയ്തത്? ധർമ്മേന്ദ്ര സാർ ഒഴികെ. ആദ്യം മുതലേ ഞാൻ പറയുന്നത് അമിതാഭ് ബച്ചൻ സാറിന്റെ പേര് തന്നെയാണ്. ഭയങ്കര പ്രൊഫഷണലും ടോട്ടലി ഡെഡിക്കേറ്റഡും ആയിട്ടാണ് വർക്കെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാബുൽ സിനിമയിൽ താങ്കളുടെ റോൾ വളരെ ചെറുതാക്കിയതുകൊണ്ട് താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നെന്നാണ് അറിഞ്ഞത്. ഇല്ല, എനിക്ക് ദേഷ്യമല്ല. അതായത് ബാഗ്വൻ എന്ന ഫിലിമില് ഞാൻ ഇത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റോള് കഴിഞ്ഞിട്ട് ബാബുൾ സിനിമയില് എന്റെ റോള് വളരെ ചെറുതായിട്ട് തോന്നി. എനിക്ക് തോന്നി ആ കുടുംബത്തിന്റെ അംഗമേയല്ല ഞാനെന്ന്. അങ്ങനത്തെ ഒരു ഫീലിംഗാ വന്നത്. അത് ഞാൻ എക്സ്പ്രസ് ചെയ്തു, അത്രേ ഉള്ളൂ. ആ ന്യൂസ് വന്ന പേപ്പറിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. ബാബുൽ സിനിമയിൽ ഹേമാമാലിനി ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുന്നു. ആ സിനിമ കാരണം ഹേമാമാലിനി ശരിക്കും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം അമിതാഭ് ബച്ചനും റാണി മുഖർജിയുമാണ് ആ സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്നത്. താങ്കളെ ആ സിനിമയിൽ സൈഡ് ലൈൻ ആക്കിയെന്നാണ്. ആ പടം ഉണ്ടല്ലോ ബാബുൾ, ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്താണോ എക്സ്പ്രസ് ചെയ്തത് അതിനേക്കാളും പ്രൊപ്പോർഷനിലാണ് അത് പുറത്തേക്ക് ഇങ്ങനെ വന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ബാഗ്വാനിൽ വർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും എന്നോട് എന്താ ചോദിച്ചതെന്ന് വെച്ചാ, ഇത്രയും നല്ല റോളൊക്കെ ഈ ബാഗ്വാനിലൊക്കെ ചെയ്തിട്ട് എന്തിനാ ഇത്ര ചെറിയ റോൾ ഇതിൽ ചെയ്തേന്നാ. അതിന്റെ ഉത്തരം ഞാൻ കൊടുക്കേണ്ടതല്ലേ. അതിന്റെ അർത്ഥം ഇതെല്ലാം ഞാൻ അതുകൊണ്ട് മുഷിഞ്ഞു എന്ന്. അത് മാത്രം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്യുന്നെങ്കിൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ് റോളിലുള്ളത് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, ഒരു അമ്മയുടെ റോള് ചെയ്യേണ്ട ഒരാവശ്യമില്ല എനിക്ക് ഈ സമയത്ത്. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അഭിനയിക്കുകയാണെങ്കിൽ ഹീറോയിൻ റോൾ മാത്രമേ ചെയ്യുള്ളൂ. ഉറപ്പായിട്ട് ഹീറോയിൻ ഓഫ് മൈ ഏജ്. ഞാൻ ഈ പ്രായത്തിൽ വെച്ച് തന്നെ, അതായത് 50+ വെച്ചിട്ട് ഒരുപാട് കാലപ്രസക്തമുള്ള കഥകൾ വെച്ചിട്ട് സിനിമ എടുക്കാവുന്നതാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ റൊമാൻറ്റിക് ഫിലിം എടുക്കണമെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിനെ യങ്സ്റ്റേഴ്സിനെ വെച്ച് മാത്രമാണ് എടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഏജിലും നമുക്കും അങ്ങനത്തെ നല്ല സിറ്റുവേഷൻസ് ഉള്ള നല്ല നല്ല കഥകൾ എടുക്കാവുന്നതാണ്. എല്ലാവരുടെയും സിറ്റുവേഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു പടം എടുക്കാവുന്നതല്ലേ. അതായത് നിശബ്ദം എന്നുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഒരു പ്രായമുള്ള മനുഷ്യന് 17 വയസ്സുള്ള പെൺകുട്ടിയോട് പ്രേമം. അതുപോലെ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ താങ്കൾ ആ ക്യാരക്ടർ ചെയ്യൂ. ഞാൻ ഉറപ്പായിട്ട് ചെയ്യും.